വർത്തമാനകാലത്തിൻ്റെ ആവശ്യവും അനാവശ്യവുമായ വേഗതയുടെ ഈ അവ്യക്തതയിൽ നിന്ന് ഒരു 25 വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നല്ല പച്ചയായ ഓർമ്മകൾ തിളങ്ങി നിൽക്കുന്നു. വളരെ തെളിഞ്ഞ ഓർമ്മകൾ, ഒരു തുണ്ടുപോലും മായാത്ത മങ്ങാത്ത വർണ്ണാഭമായ ഓർമ്മകൾ. എത്ര എത്ര മനോഹരമായിരുന്നു ആ 4 വർഷങ്ങൾ. 1988 മുതൽ 92 വരെ 4 യുഗങ്ങൾ പോലെ, അല്ലെങ്കിൽ 4 നിമിഷങ്ങൾ പോലെ. അനുഭവസാന്ദ്രമായ 4 വർഷങ്ങൾ, ആസ്വദിച്ച മതി വരാത്ത 4 വർഷങ്ങൾ. തിരുവനന്തപുരം നഗരത്തിന്റെ ഓരത്തുള്ള ഈ കുന്നിൻപുറത്തെ കലാലയത്തിലേക്ക് കൊന്നയും വാഗയും അക്കേഷ്യയും പിന്നെ പേരറിയാത്ത എത്രയോ മരങ്ങളും ചെടികളും തളർത്ത് പൂവിട്ട് നിന്ന ഒരു ഗ്രാമാന്തരീക്ഷത്തിലേക്ക് 1988 ഒക്ടോബർ 3 പല ദിക്കിൽ നിന്നും നമ്മൾ പറന്നു വന്നു. കൂപ്പർ ഡീസൽ എഞ്ചിൻ കണ്ട് കോരിത്തരിക്കാൻ, ഫ്ലൂയിഡ് ലാബിൽ സ്വപ്നങ്ങളുടെ കടലാസ് വഞ്ചിറക്കാൻ, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ മർമരത്തിന് കാതോർക്കാൻ, വർക്ക്ഷോപ്പിൽ പഴയ കിർലോസ്കർ ലേത്തുകളുടെ മുറുമുറുപ്പ് കേൾക്കാൻ, പിന്നെ SM ലാബിൽ ഖുർമിയുടെ വചനങ്ങളുടെ നേരറിയാൻ. സീനിയേഴ്സിന്റെ അട്ടഹാസങ്ങൾ പ്രതിധ്വനിക്കുന്ന ഇടനാഴികളിലൂടെയും സിംഹങ്ങൾ ഗർജിച്ച മെക്സ് കോർണറിലൂടെയും ആൾക്കൂട്ടത്തിൽ ഏകനായി നടന്നു പോകുമ്പോൾ നമ്മളിൽ ചിലർ ചില അവസരങ്ങളിൽ നിർഭാഗ്യവശാൽ പിടികൂടപ്പെട്ടു. പുകച്ചുരുളുകൾ ഉയർത്തി സീനിയർ സംഘങ്ങൾ പൊട്ടിച്ചിരിച്ചു. കൊണ്ടും കൊടുത്തും നല്ല മൂപ്പ് വന്ന ചിരി. റാഗിംഗ്, അത് നമ്മുടെ ഇടയിലെ സാധു ബുദ്ധിജീവികളുടെ ഉറക്കം കെടുത്തി. എന്നാൽ നമ്മുടെ ഇടയിലെ ചില ചുണക്കുട്ടികൾക്ക് അതൊരു നേരം പോക്ക് മാത്രമായി. ആവശ്യപ്പെട്ടതിലും അധികം പറഞ്ഞും പ്രവർത്തിച്ചും അവർ സീനിയേഴ്സിനെ നിഷ്പ്രഭരാക്കി. ചിലരെ സീനിയർ വിദ്യാർത്ഥികൾ മെൻസ് ഹോസ്റ്റലിലെ മുറിയിലേക്ക് കൊണ്ടുപോയി. സീനിയേഴ്സ് ഒരു തുള്ളി ചോദിച്ചു. മിടുക്കന്മാരായ നമ്മൾ ഒരു കുടം കൊടുത്തു. ആ സംഭവങ്ങൾ വീരഗാഥകളായി. റാഗിങ്ങിൽ ബുജ്ജികൾ വിറച്ചു. എന്നാൽ തൻ്റെ ഇടത്തിൻ്റെ തീക്കനലുകൾ നമ്മുടെ ഇടയിലും ഉണ്ടായിരുന്നു. റാഗിങ്ങിൻ്റെ കാറ്റിൽ അവ അഗ്നിജ്വാലകളായി. ബ്രാഞ്ചുകളിൽ നിന്നും ബ്രാഞ്ചുകളിലേക്ക് ആ തീ പടർന്നു. 1988 S1S2 ബാച്ച് റാഗിങ്ങിനെതിരെയുള്ള തീക്കാറ്റായി മാറി. പല ബ്രാഞ്ചുകളിലുമായി ചിതറിക്കിടന്നതെങ്കിലും നമ്മൾ പെട്ടെന്ന് സംഘടിച്ചു. നമുക്ക് ഒരു നേതാവില്ലായിരുന്നു, എങ്കിലും എന്തോ ഒരാവേശം നമ്മെ നയിച്ചു.
SNS2 ഡെമോ ഇറക്കി. നമ്മുടെ മുദ്രാവാക്യങ്ങൾ കേട്ട് ഈ കുന്നിൻപുറം കോരിത്തെരിച്ചു. അങ്ങനെ സംഘടനകളുടെ ആദ്യ തീപ്പൊരികൾ ചിതറി. നമ്മളും സീനിയേഴ്സും നേർക്കുനേർ. കോംപ്രമൈസിനായി ഒരു മുതിർന്ന മെക്കാനിക്കൽ അധ്യാപകൻ രംഗത്തെത്തി. രണ്ടു കൈയും കൂട്ടിമുട്ടിയാലേ ശബ്ദം കേൾക്കൂ എന്ന ലോകതത്വം പറഞ്ഞു. നിങ്ങൾ പിരിഞ്ഞു പോകണം. അദ്ദേഹം SNS2വിനോടായി പറഞ്ഞു. സർ, ഒരു കൈ സ്റ്റില്ലായി നിന്ന് മറ്റേ കൈ വന്നടിച്ചാലും ശബ്ദം കേൾക്കും. നമ്മുടെ നേതൃത്വം ഉരുളയ്ക്ക് ഉപ്പേരിയായി പറഞ്ഞു. വൈരുദ്ധ്യാത്മിക ഭൗതികവാദം. കാലത്തിൻ്റെ പ്രവാഹത്തിൽ പ്രശ്നങ്ങൾ കരിയിലയായി പറന്നുപോയി. നമ്മൾ കൂടുതൽ അടുത്തു. ഫ്രഷേഴ്സ് ഡേയും ആർട്സ് ഡേയും സ്പോർട്സ് ഡേയുമായി മാസങ്ങൾ മാർട്ടിൻ ത്രീത്രോ പമ്പിലൂടെ ചീറ്റി ഒഴുകിപ്പോയി. അസൈൻമെന്റുകളും സീരീസ് ടെസ്റ്റുകളും പിന്നെ ആനുവൽ എക്സാമുകളും. ഹീറ്റ് എഞ്ചിൻസ് ലാബിലെ കൂറ്റൻ ബോയിലറിൻ്റെ മാനുവലിൽ അടയ്ക്കപ്പെട്ട പോലത്തെ നടുക്കവും ഏകാന്തതയും വീർപ്പുമുട്ടലും. സെമസ്റ്റർ പരീക്ഷകൾ കഴിയുമ്പോഴൊക്കെ അപ്പോൾ പിറന്നു വീണ കുഞ്ഞിൻ്റെ സന്തോഷവും നിർവൃതിയും. പുതിയ സെമസ്റ്ററുകളുടെ ആരംഭം. ക്യാമ്പസ് നമ്മളെ ഏറ്റുവാങ്ങി. കുളിപ്പിച്ച് നനവൊപ്പി പുത്തൻ കുപ്പായങ്ങൾ അണിയിച്ച് പുതിയ മൊഡ്യൂളുകളുടെ ലിസ്റ്റ് പോക്കറ്റിൽ തിരുകി പുതിയ ക്ലാസ്സുകളിലേക്ക്, പുതിയ ഉയരങ്ങളിലേക്ക് നമ്മളെ ആനയിച്ചു. അസൈൻമെൻറ്റുകൾക്കും സംഭവിച്ചു മാറ്റങ്ങൾ. ഫയൽ ബോർഡുകൾ സബ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്നവ മുതിർന്ന വിദ്യാർത്ഥികളെ പോലെ ലജ്ജ ലവലേശമില്ലാതെ സ്റ്റാപ്ലർ അടിക്കപ്പെട്ട നഗ്നമായി അധ്യാപകരുടെ മേശമേൽ ലാസ്റ്റ് ഡേറ്റിനെ കുറിച്ച് ഒട്ടും വറീഡാവാതെ കൂടിക്കിടന്നു. നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ സുന്ദരമാക്കി നിറക്കൂട്ടുകളുമായി ഹോളിയും വന്നെത്തി. നമ്മുടെ നോർത്ത് ഇന്ത്യൻ കൂട്ടുകാരായിരിക്കാം ഹോളി ആഘോഷം തുടങ്ങിവെച്ചത്. അവരെ ഞെട്ടിച്ചുകൊണ്ട് നാടന്മാർ ഹോളി ഏറ്റെടുത്ത് നടത്തുവാൻ തുടങ്ങി. ഈ ദിവസങ്ങളിലാണ് പെൺകുട്ടികളായി അധികം ആരമില്ലാത്ത മെക്കാനിക്കൽ വിദ്യാർത്ഥികൾക്ക് പെൺകുട്ടികൾ ധാരാളമുള്ള ഇലക്ട്രിക്കലിലേക്കും സിവിലിലേക്കുമൊക്കെ ഒന്ന് കടക്കുവാനും സ്വന്തം സഹോദരങ്ങളെ ഒന്ന് കാണുവാനും കഴിയുന്നത്. നിറങ്ങൾ അന്വേഷിച്ച് അവർ എത്തുന്നത് തൊട്ടടുത്തുള്ള പെയിന്റ് കടയിലായിരിക്കും. നാനാ നിറങ്ങളിലുള്ള ലവ്ലിസവും സ്നോസവും. ഒരെണ്ണം വാങ്ങും, 9 എണ്ണം അടിച്ചു മാറ്റും. ആഘോഷത്തിന് നീണ്ട ഒരു പകൽ കഴിഞ്ഞ് പെൺകുട്ടികൾ തല കഴുകുമ്പോൾ സ്നോസം കട്ട പിടിക്കുന്നു. മുടിയിഴകൾ സ്ട്രെയിറ്റൻ ചെയ്തതുപോലെയാകുന്നു. പെൺകുട്ടികളുടെ സംഭ്രമം കലർന്ന ചിരിയിൽ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും 100,000 നിറം കലർന്നു. ഹോളിക്കിടയിലും ചിലർ ബ്രില്യൻ്റായ നീക്കങ്ങൾ നടത്തി. അവർ നിറങ്ങളില്ലാതെ പെൺകുട്ടികളുടെ ദേഹത്ത് നിറങ്ങൾ തേച്ച് രോമാഞ്ചമണിഞ്ഞു. നിറങ്ങളില്ലാത്ത തനി നിറം. ഊറിച്ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞിരിക്കാം, 365 ദിവസവും ഇങ്ങനെ ഹോളി ആയിരുന്നെങ്കിലെന്ന്. മാസങ്ങളുടെ ഘോഷയാത്ര ഉറഞ്ഞു തുള്ളി വേഗം കടന്നുപോയി. സെമസ്റ്ററുകൾ കടപുഴുകി. പേടിയും പക്വതയും അധികമൊന്നും ഇല്ലാതിരുന്ന SY-S6 കാലങ്ങൾ വന്നെത്തി. നമ്മുടെ പഞ്ചാര വർത്തമാനങ്ങളും അലമ്പും ബഹളങ്ങളും കേട്ട് വരാന്തകൾ നാണിച്ചു നിന്നു. കോളേജിന് മുൻവശത്തെ കഫേകളുടെ പുൽക്കൂട്ടിനിടയിൽ പ്രണയത്തിന്റെ നാമ്പുകൾ മുളപൊട്ടി. ചിലർ കൺസ്യൂമർ കാമുകിമാരായിരുന്നു. അവർ തടിച്ചു കൊഴുത്തു.
കാമുകന്മാരുടെ കീശ മെലിഞ്ഞു വന്നു. സായാഹ്നങ്ങളിലും തിരക്കൊഴിഞ്ഞ അവധി ദിവസങ്ങളിലും അക്കേഷ്യ കാടുകളിൽ ആണും പെണ്ണും തോളുരുമിയിരുന്നു. അക്കേഷ്യ പൂക്കളുടെ പരാഗരേണുക്കളെ ശേഖരിക്കാൻ തിടുക്കം കൂട്ടി ആണും പെണ്ണും പ്രണയക്കൂടകളുമായി മത്സരിച്ചു. ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള മൊബൈൽ ഫോണും SMS-ഉം വാട്സാപ്പും ഇല്ലാത്ത അല്പം ലജ്ജയുള്ള എന്നാൽ അധികം ഭംഗിയുള്ള പ്രണയം. എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരേ ഒരു അഫെയർ ഈ ക്യാമ്പസിനോടുള്ള പ്രണയം മാത്രമായിരുന്നു. കവിയരങ്ങുകൾ സംഘടിപ്പിച്ചും ഓൾ മാഗസിൻ ഇറക്കിയും സിനിമാ നാടകമേളകൾ നടത്തിയും എക്സിബിഷനും ക്വിസും നടത്തിയും ഗാനമേളകളിൽ ഡ്യുവറ്റ് പാടിയും മതിലുകൾ ഏതും തന്നെ ഇല്ലാതിരുന്ന ഈ ക്യാമ്പസിൽ നമ്മൾ സ്നേഹത്തിൻ്റെ വൻ മതിലുകൾ തീർത്തു. മറ്റെല്ലാ ബ്രാഞ്ചുകളിലും പെൺകുട്ടികൾ ധാരാളം ഉണ്ടായിരുന്നു. മെക്കാനിക്കലിൻ്റെ കാര്യമായിരുന്നു കഷ്ടം. അവിടെ ഏതാണ്ട് 140ഓളം പേർക്കായി 2-3 പെൺകുട്ടികൾ മാത്രം. പെൺകുട്ടികൾ എന്തുകൊണ്ടായിരിക്കാം മെക്കാനിക്കൽ എടുക്കാത്തത്? SNSUവിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പേപ്പർ പോലും ജയിക്കാത്ത ഒരു മെക്കൻ മെക്സ് കോർണറിലെ കൂറ്റൻ മരഞ്ചാരി ഇരുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് നീണ്ടിറങ്ങിക്കിടന്നിരുന്ന വഴിയിലേക്ക് നോക്കി കൂലങ്കഷമായി ചിന്തിച്ചു. മെക്കന്മാർ പരസ്പരം ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അങ്ങനെ അവർ നിൽക്കുമ്പോൾ ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് അരിപ്രാവുകളെ പോലെ പെൺകുട്ടികൾ മന്ദമായി നടന്നു വരുന്നു. മെക്സ് കോർണർ നിശബ്ദമായി. അവിടെ നിന്നും ഉയർന്ന ഹൃദയത്തുടിപ്പുകൾ പെൺകുട്ടികളുടെ ഉള്ളിലെ പെരുമ്പറയായി. അവർ മെക്സ് കോർണർ കടന്നു പോകുമ്പോൾ ആരും കേൾക്കാത്ത, എന്നാൽ കേൾക്കേണ്ട പെൺഹൃദയങ്ങൾ മാത്രം കേട്ട പ്രണയഗീതങ്ങൾ ഉയർന്നു. മതിലുകൾ ഏതുമില്ലാതിരുന്ന ഒരു ക്യാമ്പസിലായിരുന്നു നമ്മൾ നമ്മുടെ യൗവനം ആഘോഷിച്ചത്. ലേഡീസ് ഹോസ്റ്റലും മെൻസ് ഹോസ്റ്റലും വിശാലമായ ക്യാമ്പസിൻ്റെ ഭൂപ്രകൃതിയുടെ അതിരുകളായി. മൊബൈൽ ഫോണോ വാട്സാപ്പോ ഇല്ലാതിരുന്ന ആ കാലത്ത് കണ്ണുകളിലൂടെയും കത്തുകളിലൂടെയും ആണും പെണ്ണും പരസ്പരം അറിഞ്ഞു. MS ഡേയും LH ഡേയും ഇത്തരം ബന്ധങ്ങൾക്ക് രാവേറെ ചെല്ലുന്നത് വരെ പശ്ചാത്തലമൊരുക്കി.
കോളേജിൻ്റെ രസം പൂർണ്ണമായും അറിയണമെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ താമസിക്കണം. എംഎച്ചുകാരുടെ രാത്രി ഗാഥകൾ കേട്ടപ്പോൾ സംഗതി ശരിയാണെന്ന് തോന്നി. കോളേജ് വൈകുന്നേരങ്ങൾ പിരിഞ്ഞു കഴിയുമ്പോൾ എംഎച്ചിൻ്റെ യാമങ്ങൾ സജീവമാകുന്നു. പുതിയ പുതിയ ആശയാവിഷ്കാരങ്ങളുടെ പൗർണമി ഉയരുന്നു. അങ്ങനെ ഹോസ്റ്റലുകാർ കോളേജ് ജീവിതത്തിൻ്റെ നിഗൂഢ സൗന്ദര്യമായി. ഗ്രൗണ്ടിനപ്പുറത്ത് ഹോസ്റ്റൽ തലയോർത്തി നിന്നിരുന്നു. ഈ രാവണൻ കോട്ടയിൽ ആദ്യമൊക്കെ പലർക്കും വഴിതെറ്റി. ഒന്ന് പുറത്തു കിടക്കാൻ ചിലർക്ക് കിലോമീറ്ററുകളോളം തന്നെ നടക്കേണ്ടതായി വന്നു. ആയിരത്തി 1992 എല്ലാത്തിനെയും വ്യക്തമായ ഓർമ്മകളിലേക്ക് മായ്ച്ച് വിടപറയലിൻ്റെ കാലം വന്നടഞ്ഞു. ബാക്ക് പേപ്പർ പൊക്കിയെടുക്കാനുള്ള ശ്രമങ്ങളിലും ക്യാമ്പസ് സെലക്ഷനിലൂടെ ഒരു ജോലി തരപ്പെടുത്താനുള്ള തത്രപ്പാടിലും നമ്മൾ സ്വല്പമൊക്കെ ഗൗരവത്തിലായി തോന്നിപ്പോയി. ഇതിനിടയിൽ ചില പെൺകുട്ടികൾ ചുരിദാറിൽ നിന്നും സാരിയുടെ പ്രൗഢിയിലേക്ക് മാറിയിരുന്നു. തടിച്ച പുസ്തകങ്ങൾ മാറത്തിടുക്കി അവർ തിടുക്കത്തോടെ നടന്നുപോയി. കറുത്ത് മുറ്റിത്തിളങ്ങുന്ന മീശരോമങ്ങൾ മെല്ലെ തടവി പുതിയ ജീവിതത്തെ വരവേൽക്കാൻ യുവാക്കൾ മസിൽ പിടിച്ച് വരാന്തകളിലൂടെ നടന്നു. സെമിനാറും പ്രോജക്റ്റും ക്യാമ്പസ് ഇൻ്റർവ്യൂവുമായി S7ഉം S8ഉം നമ്മെ പൊതിഞ്ഞു നിന്നു. ഒരു ക്ലൈമാക്സായി ഫൈനൽ ഇയേഴ്സ് ഡേയും കടന്നു വന്നു. ഒടുവിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോയുടെ നിശ്ചലതയിൽ ഹൃദയകാരിയായ CET ജീവിതവും ബന്ധങ്ങളും ഹൃദയത്തുടിപ്പോടെ എന്നും ഇങ്ങനെ നിൽക്കുന്നു. ഈ പുഷ്പങ്ങളെ
ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ സ്മരണകളുടെ ഒരു പ്രവാഹം ആരെയും ആഴ്ത്തിക്കളയുന്ന ചേതോഹരമായൊരു പൂക്കാലത്തിൽ നിൽക്കുന്നത് പോലെ. എല്ലാവരും വരുമോ 2017 മധ്യത്തോടെയുള്ള നമ്മുടെ സിൽവർ ജൂബിലിക്ക്? വരും, വന്നേ മതിയാകൂ. ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ്. തീർച്ചയായും എല്ലാവരും വരണം. ഈ കുന്നിൻപുറം നാനാ നിറങ്ങളിലുള്ള പൂക്കളെ കൊണ്ട് വീണ്ടും നിറയ്ക്കാൻ, വീണ്ടും ഒരു പൂക്കാലം തീർക്കാൻ.